വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം അല്പസമയത്തിനകം നാട്ടിലെത്തും. ദമാമിൽ നിന്നും പുലർച്ചെ യാത്ര തിരിച്ച റഹീം രാവിലെ 7:35 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങും. അതേസമയം ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴി അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തും. വിശദാംശങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. നുറുങ്ങിയ ഹൃദയത്തോടെ മാത്രമേ ആ പിതാവിന് നാട്ടിലെത്താൻ കഴിയൂന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഈ ദുരന്തത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്തൊക്കെയും നമ്മളെല്ലാം മനസ്സിൽ കണ്ടത് അന്യനാട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആ മനുഷ്യൻ എങ്ങനെയാണ് ഇതൊക്കെ താങ്ങുക എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ 7:30 അദ്ദേഹം നാട്ടിലെത്തുകയാണ്. വിശദാംശങ്ങൾ എന്താണ് അമൽ? മോത്തി, ഈ വന്നിറങ്ങുന്ന പിതാവിന്, അഫാൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അവർ 11 മക്കളാണ്. ആ 11 മക്കളിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആളുകൾ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന സഹോദരൻ ലത്തീഫിൻ്റെ കുടുംബം അവരില്ല. അതോടൊപ്പം തന്നെ ഉമ്മയില്ല. സ്വന്തം ഭാര്യ അങ്ങേയറ്റം ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇളയ മകനില്ല. മൂത്ത മകൻ ഒരു കേസിൽ പ്രതിയായി കഴിഞ്ഞിരിക്കുന്നു. ഒരു കേസെന്ന് പറയുമ്പോൾ 5 പേരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായി ആശുപത്രിയിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇപ്പോഴും തുടരുകയാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കാണ് പിതാവ് വന്നിറങ്ങുന്നത്. 7:35 ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിമാനം അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടേക്ക് വന്നിറങ്ങും. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്നുള്ള ആളുകളും ചില ആളുകളുമൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം വന്നാൽ ആദ്യം നേരെ പോവുക ആശുപത്രിയിലാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാര്യ അവിടെ ചികിത്സയിൽ കഴിയുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു നിർണായക ദിവസമാണ് ഇന്ന് ഷെമിയുടെ, ഈ പ്രതിയുടെ മാതാവിൻ്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ മൊഴി രേഖപ്പെടുത്താനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും ആ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് അവിടേക്ക് എത്തുമ്പോൾ ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടിട്ടില്ലാത്തതിനാൽ, കൂടുതൽ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയായതിനാൽ അവിടെ ഒഴിവാക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ അഫാൻ്റെ പിതാവ് വരുന്നതും കാത്തെത്തിയ ചില നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഉണ്ട്. ചേട്ടാ, എപ്പോൾ 7:35 ഇവിടെ എത്തും അല്ലേ? വന്നിട്ട് ഇവിടെ നേരെ ആശുപത്രിയിൽ പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നേരെ ഒന്ന് താഴെപ്പാങ്ങോട് പള്ളിയിൽ പോയി അവരുടെ ഖബറൊന്ന് സിയാറത്ത് ചെയ്തിട്ട് ബന്ധുക്കളെയൊക്കെ ഒന്ന് കണ്ടിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. വലിയ എന്തൊക്കെയോ സാമ്പത്തിക പ്രതിസന്ധി മൂലം നാട്ടിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇപ്പോൾ ആരുടെ സഹായമാണല്ലോ? നമ്മുടെ അവിടെ ഒരു നാസ് വക്കം എന്ന് പറഞ്ഞൊരു സാമൂഹ്യ പ്രവർത്തനമുണ്ട്. പുള്ളിക്കാരൻ ഇടപെട്ടു. ഞങ്ങളെല്ലാം അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ MLA ഒക്കെ ബന്ധപ്പെട്ടു, MP ഒക്കെ ബന്ധപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് വരാനുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പ്രത്യേകിച്ച് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്ത്. അവരുടെ വിസ കാലാവധിയൊക്കെ കാലാവധി കഴിഞ്ഞു. ഈ വിഷയങ്ങൾ അവിടുത്തെ ഗവൺമെൻറ് അവർ ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം പെട്ടെന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്തു. മറ്റ് തടസ്സങ്ങളില്ല. ഈ സാമ്പത്തികമായിട്ടുള്ളൊരു തടസ്സമില്ല. പുള്ളിക്കാരൻ അവിടെ നിന്ന് ഈ ഉറൂബ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതായത് സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടി പോവുക എന്നുള്ളൊരു സംവിധാനമുണ്ട്. അത് ആണ് പെട്ടെന്ന് അവർ ചെയ്ത് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം അവർ പരിപൂർണമായിട്ട് ഭംഗിയായിട്ട് അവർ ചെയ്തു. ഏകദേശം ഒരു 3 മണിയോടുകൂടി അദ്ദേഹത്തിന് തിരിച്ച് വരാൻ കഴിയുമെന്നുള്ളത് നമുക്കറിയാൻ പറ്റി. പിന്നെ ടിക്കറ്റിൻ്റെ കാര്യം മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. ചേട്ടാ, അതായത് അവിടെ ഈ പിതാവിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു, ഗൾഫിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നാണ് കേൾക്കുന്നത്. ഇനി കൂടുതൽ പുള്ളിക്കാരൻ വന്നാലല്ലേ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതും യാത്രയുമായിട്ട് ബന്ധമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ പറ്റത്തില്ല. അപ്പോൾ അത് അവിടുത്തെ ഈ നാസ് വക്കം ഒരുപാട് എഫർട്ട് എടുത്താണ് പുള്ളിക്കാരന് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എത്ര രൂപയുടെ ചിലവുണ്ട് ഈ വേഗത്തിലുള്ള വരവാണ്? അതിന് കൂടുതൽ അറിയത്തില്ല. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് 12 മണിയോട് കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ക്ലിയറായത്. പിന്നെ ആ ഒരു കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരം പുലർച്ചെ ഇനി വരുവാണ് ചെയ്തത്. എന്നാൽ പള്ളിയിൽ പോയതിനു ശേഷം നേരെ അവിടെ ഭാര്യ ചികിത്സയിൽ കഴിയുകയാണ്, ഗുരുതരാവസ്ഥയിലാണ്. അതന്നെ പുള്ളിക്കാരന് ചോദിച്ചിട്ട് ഹോസ്പിറ്റലിലാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ പള്ളിയിൽ പോയി അവരുടെ ഖബറൊക്കെ സിയാറത്ത് ചെയ്തിട്ട് അതനുസരിച്ച് ബാക്കി ഹോസ്പിറ്റലിലാണെങ്കിൽ അങ്ങനെ പോകാനുള്ള തീരുമാനത്തിലാണ്. ഇതാണ് ഇവിടെ അഫാൻ്റെ പിതാവിനെ കൂട്ടിക്കൊണ്ടു പോകാനായി അവിടെ നിന്നും എത്തിയ ആളുകളാണ്.
എന്തായാലും ഇവിടെ നിന്നും ആദ്യം പള്ളിയിലേക്ക് പോകും, അതിനുശേഷം പിന്നീട് ആശുപത്രിയിലേക്ക് എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഖബറടത്തിൽ പോയതിനു ശേഷം അവിടെ നിന്നും ആശുപത്രിയിലേക്ക് എത്തി ഭാര്യയെ സന്ദർശിക്കും, ഭാര്യയെ പരിചരിക്കണം എന്നുള്ളതാണ് അവിടെ നിന്നും പുറപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞത്. കാരണം അത്രയ്ക്ക് ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. എന്തുകൊണ്ടാണ് തൻ്റെ മകൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനൊരു ഒന്നും പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഈ പണം ആവശ്യപ്പെട്ട് നിരന്തരമായി വഴക്കിടുമായിരുന്നു എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെയൊക്കെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്? ഈ പണം ആവശ്യപ്പെട്ട് മകൻ വഴക്കിടും എന്ന് സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഇല്ല, പറയാനൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഈ കുടുംബത്തിൻ്റെ ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി വല്ലതും നിങ്ങൾക്ക് അറിയാമായിരുന്നു? ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. അവിടെ നമ്മൾ ആ വീട്ടിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ഒരു കുടുംബം, അത്യാവശ്യം ആ വീടൊക്കെ കണ്ടാൽ അങ്ങനെ ഒരു മോശം അവസ്ഥയാണ് എന്ന് നമുക്ക് തോന്നാത്തൊരു സ്ഥിതിയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്നൊക്കെയുള്ളൊരു കൊലപാതകം നടത്തി എന്നൊരു വാർത്തയൊക്കെ കേൾക്കേണ്ടി വരുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ ആ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരുന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഇതിനു മുമ്പ് നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. പിന്നെ അവരുടെ സഹോദരങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇപ്പം അടുത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നത്. മറ്റേ നല്ല രീതിയിൽ നടക്കുന്നൊരു ഫാമിലിയാണ്. അവരെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ പറഞ്ഞ കണക്കൊന്നും പറയാനൊന്നുമില്ല. നല്ലൊരു ഫാമിലിയാണ് അവർ. പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത്. തുടക്കം മുതൽ അവിടെയുള്ള ആളുകൾ, ആ നാട്ടുകാരും അതോടൊപ്പം തന്നെ അഫാൻ്റെ ബന്ധുക്കളും എല്ലാം പറയുന്ന ഒരു കാര്യമാണ്, അഫാനെ അടുത്തറിയാവുന്ന ആളുകളെല്ലാം പറയുന്ന കാര്യമാണ്, അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്ന ഒരു ഫാമിലി അല്ല എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചാണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം ആർക്കെങ്കിലും ഇതുവരെയും അനുഭവപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആ ചെറുപ്പക്കാരനെത്തിയത്. ഇന്നിപ്പോൾ ഈ അഫാൻ്റെ ഉമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട്, ഉമ്മയുടെ മൊഴിയെടുക്കുന്നുണ്ട്. ഉമ്മയുടെ മൊഴിയെടുക്കുന്നതിലൂടെയും അതോടൊപ്പം തന്നെ അഫാൻ്റെ ചോദ്യം ചെയ്യലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ മൊഴിയെടുക്കലിലൂടെയും ചോദ്യം ചെയ്യലിലൂടെയും കൂടുതൽ വ്യക്തതയുണ്ടാകും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ഉണ്ടായ ഒരു ക്രൂരമായ കൊലപാതക പരമ്പര എന്നതിനപ്പുറത്തേക്ക് അത് ഇപ്പോൾ ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതിന് നേരത്തെ അഫാൻ നൽകിയ മൊഴിയെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ എങ്ങനെ ഈ മനോനിലയിലേക്ക് എത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് ഇവരുടെ മൊഴിയെടുക്കലിലൂടെ കൂടി അതിൽ കുറച്ചുകൂടിയൊക്കെ ഒരു വ്യക്തത വരുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പോലീസും ആ ഒരു പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കാം ഉള്ളത്.